വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഞാൻ അതിന് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് അതിന് വേണ്ട ടൂൾസ്. ഒരു പെൻ എടുത്തിട്ടുണ്ട്, കുത്തി കുത്തി ഡിസൈൻ ചെയ്യാൻ. സ്മൂത്ത് ആക്കാനുള്ള ഒരു വിഷറിയുടെ വടി എടുത്തിട്ടുണ്ട്. പിന്നെ നൈഫ് എടുത്തിട്ടുണ്ട്, അത് ഡിസൈൻ ചെയ്യാനാണ്. ഇത് നമ്മുടെ പോട്ടുകളിൽ ആ കുഴിയില്ലേ അതുണ്ടാക്കാൻ. പിന്നെ ക്ലേ എടുത്തിട്ടുണ്ട്, ഒരു പിങ്ക് ക്ലേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ് വലുപ്പത്തിൽ. പിന്നെ ചപ്പാത്തി പരത്തുന്ന സാധനം ക്ലേൻ്റെ ഒപ്പം കിട്ടുന്നത്, ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 2 പൂമുട്ടാണ്. 2 പൂമുട്ട എടുത്തിട്ടുണ്ട്, ഇത് ആ പോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. ആദ്യം നമ്മൾ ഈ ക്ലേ എടുത്തിട്ട് നല്ലപോലെ ഉരുട്ടണം. ഞാൻ ഇപ്പോൾ വെള്ളം തൊട്ട് നനച്ചിട്ടൊന്നും ചെയ്യുന്നില്ല, സാധാ പോലെ കൈകൊണ്ട് ഷേപ്പാക്കിയിട്ട് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തൊട്ട് നനയ്ക്കാം, ഞാൻ ചെയ്യുന്നില്ല. ഉരുട്ടി 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 നല്ലപോലെ ഉരുട്ടണം കേട്ടോ ക്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉരുട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു മുട്ടയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. എങ്ങനെയാണ് ഇങ്ങനെ അടിഭാഗം ഇവിടെ വെച്ച് നമുക്ക് ചെയ്യാം. ഉണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കാം. ഒരു ഭാഗം മാത്രമായിട്ട് റോൾ ചെയ്ത് ഇത് ഞാൻ ആക്കിയിട്ട് കാണിച്ചു തരാതെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അവിടെ ഈ സാധനം എടുക്കുക, ചപ്പാത്തി പരത്തണം. ആ റോളർ എടുത്തിട്ട് മുകളിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ ഈ ഭാഗം കണ്ടോ, ഇതൊന്നും തട്ടി കൊടുക്കാതെ തേമ്പി കൊടുക്കാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഈ സാധനമാണ് കേട്ടോ, കുഞ്ഞു സാധനം. അപ്പോൾ നമുക്കത് ചെയ്യാം. ചെറുതായതുകൊണ്ട് വിരലുകൊണ്ട് ഹോൾ ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വിരലുകൊണ്ട് ഉണ്ടാക്കാത്തത്. വലിയ പോട്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരലൊക്കെ ഉള്ളിലിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കുക. ഇത് കുഞ്ഞിതല്ലേ, അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് ചെയ്യാം. ഇങ്ങനെ ചമ്മന്തി അരയ്ക്കണ പോലെ ചെയ്യണം ഗൈസ്, എന്നാലേ ഇത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം കണ്ടോ കനം കൂടിയിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് കനം കുറയ്ക്കാം കേട്ടോ. അത് കുത്തിയെടുക്കാം, ഇങ്ങനെ പൊക്കിയെടുക്കാം. ഈ സാധനം വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഓക്കെ, നമുക്കിത് വിരൽ വെച്ചിട്ട് പൊക്കിയെടുക്കാം. ഈ മറ്റോണ്ട് ചെയ്ത ബോറാവും. നമുക്ക് വിരൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. ഇതാ പോട്ടിൻ്റെ ഷേപ്പൊക്കെ ആക്കിയെടുക്കണം. ഉണ്ടോ, ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കാം.
ഓക്കെ, ഏകദേശം ഇപ്പോൾ ഒരു പൊട്ടിൻ്റെ രീതിക്കായി വന്നിട്ടുണ്ട് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് സ്മൂത്താക്കി എടുക്കാം. സോറി, ഹാർഡാക്കി എടുക്കാം കേട്ടോ. പരത്തി ഹാർഡാക്കി എടുക്കാം. തട്ടുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ട്, നിങ്ങൾക്കത് കേൾക്കാണ്ടോന്ന് അറിയില്ല. നമുക്കിത് ജസ്റ്റ് മടക്കി കൊടുക്കാം. ഗൈസ്, നമ്മുടെ പോട്ട് കഴിയാറായിട്ടുണ്ട്. കുറച്ച് മിനുക്കപ്പണി കൂടെ ചെയ്ത പോട്ട് കഴിഞ്ഞു. ഞാൻ മിനുക്കപ്പണികൾ ചെയ്യട്ടെ ഗൈസ്, അത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പോട്ടിൻ്റെ മിനുക്കപ്പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ ഡിസൈനും ചെയ്യാം കേട്ടോ. അയ്യോ പോലെ. ഓക്കെ, അവിടെ ഈ പച്ചക്കിളി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊരു കുഞ്ഞു കഷ്ണം എടുത്തിട്ട് നമ്മൾ ഇതുമ്മ ഡിസൈനാക്കി വെക്കേണ്ടതാണ്. അയ്യോ പൊട്ടുപോയി. ഈശ്വര, ഓക്കെ, നമ്മളത് പൊട്ട് ചെയ്ത പോലെ തന്നെ നമ്മളൊന്ന് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ വരഞ്ഞു കൊടുക്കണേ. നമ്മൾ വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ പോട്ടിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് കണ്ടോ, ലീഫ് വെച്ച് നമുക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചില്ലേ കുറച്ച് പൂമുട്ടുകൾ, അതെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, കുത്തി വെച്ചെടുക്കാം. ഞാൻ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പൂമുട്ടുകൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോട്ടിൻ്റെ അവസാനത്തെ ലുക്ക്. കണ്ടോ, ബാക്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, മുമ്പിൽ മാത്രമേ കുഞ്ഞൊരു ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.